തായ്ലാൻഡിൽ വന്നു പോയിട്ടുള്ള ഏതൊരു മനുഷ്യനും ഒരു ചെറിയ അനുഭവമെങ്കിലും പറയാനുണ്ടായിരിക്കും തായ്ലാൻഡ് നഗരങ്ങളിലെ സുപ്രസിദ്ധമായ തുക്തുക്കിനെ കുറിച്ച്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തായ്ലാൻഡ് ടൗണുകളുടെ ഐക്കണായിട്ടുള്ള തുക്തുക്കിൻ്റെ വിശേഷങ്ങളാണ്. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്, ഇതിൻ്റെ വർത്തമാനത്തെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും കാർ ഹണ്ട് സീരീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കാർ ഹണ്ട് സീസൺ 2 നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തായ്ലാൻഡിലാണ്. ഇതിൻ്റെ സ്പോൺസർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബേസ് ചെയ്തുകൊണ്ട് പ്രീമിയം ഓൺ കാറുകൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്ന ഓൺ കാർ ഡീലർഷിപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രീമിയം കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഫ്ലൈവീൽസ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കാറുകൾ, സ്പോർട്സ് കാറുകൾ, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാറുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് തായ്ലാൻഡ് ടൗണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് വാനുകളുള്ള നഗരമാണ്. അവിടെ ഒരുപാട് വാനുകൾ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോഗ പോലെ അതുപോലെ ഒരുപാട് സ്പോർട്സ് കാറുകളൊക്കെയും ഇവരെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് വെറൈറ്റി വാഹനം വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി, ഉള്ളിടത്ത് നിന്ന് വരും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുമെന്നതാണ് ഫ്ലൈവീൽസ് ഇന്ത്യയുടെ മറ്റൊരു വലിയ പ്രത്യേകത. അപ്പോൾ ഇപ്പം തന്നെ ഫ്ലൈവീൽസ് ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യാം. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും തുക്തുക്കിലേക്ക് വരാം. തുക്തുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ സൗണ്ടിൽ നിന്നാണ് എന്ന് പറയാം. അതായത് ടുക് 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 എന്ന് പറയുന്ന, ശരിക്കും ലോകത്ത് സൗണ്ടിൽ നിന്ന് പേരിട്ട ഒരേ ഒരു വാഹനം ഒരു പക്ഷേ ഇതായിരിക്കും. വേറെ ഏതെങ്കിലും പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ തുക്തുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലാൻഡിലെ നഗരപ്രദേശങ്ങളുടെ ഒരു ഐക്കണാണ് എന്ന് പറയാം. കാരണം വെച്ചാൽ നമ്മൾ ഏത് സ്ട്രീറ്റിൽ നോക്കിയാലും ഏത് വളവിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് ഇടുങ്ങിയ വഴിയിലൂടെയും അനായാസേന കയറി പോകാൻ കഴിയുന്ന ഒരു വാഹനമാണ് തുക്തുക്ക് എന്ന് പറയാം. തുക്തുക്ക് ശരിക്കും ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിൽ സാം അയോർ എന്ന് പറയുന്ന പേരിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സാം അയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വീൽഡ് വെഹിക്കിൾ എന്നാണ് അർത്ഥം വരുന്നത് തായ് ഭാഷയിൽ. ആ പേരിൽ നിന്നാണ് പിന്നീട് പതുക്കെ പതുക്കെ തുക്തുക്ക് ഉണ്ടായത് എന്ന് പറയാം. 1933 റുച്ചാസിമ എന്ന് പറയുന്ന പ്രദേശത്താണ് ആദ്യമായി തുക്തുക്ക് ആരംഭിച്ചത് എന്ന് പറയാം. ഒരു ചൈനീസ് മെർച്ചൻ്റ് അദ്ദേഹത്തിൻ്റെ 2 സ്റ്റെബിലൈസറുകൾ ഒരു 2 വീലറിൻ്റെ അപ്പുറവും ഇപ്പുറവും കയറ്റി ഓടിച്ചു തുടങ്ങിയതാണ് ഇത്തരത്തിൽ തുക്തുക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ജന്മം കൊടുത്തത് എന്ന് പറയാം. പിന്നീട് അത് ആളുകളെ കയറ്റി ഓടിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ തുക്തുക്ക് ഒരു 3 വീൽഡ് വാഹനമാണ്, പെഡൽ പവേർഡ് വാഹനമാണ്. നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഓട്ടോറിക്ഷയുടെ ലുക്കൊന്നുമല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഓട്ടോറിക്ഷ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈ വാഹനവും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആളുകളെ ബാക്കിൽ കയറ്റാം, 3 വീൽഡാണ്, മുമ്പിൽ ഡ്രൈവർ മാത്രമാണ്. അങ്ങനെയുള്ള ഒരുപാട് കോമൺ എലമെൻറ്റുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. തായ്ലാൻഡിലെ പ്രശസ്തമായിട്ടുള്ള ടാക്സിയാണ്. നമ്മൾ തായ് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡോൺമോങ് എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വെൽക്കം ചെയ്യുന്നിടത്ത് വെൽക്കം ടു തായ്ലാൻഡ് എന്ന് കൊടുത്തെടുത്ത് ഇത്തരത്തിലൊരു തുക്തുക്കിൻ്റെ ഫോട്ടോയാണ് കൊടുത്തത്. അത്രമാത്രം തായ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഐക്കണാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി നമ്മൾ കേട്ടു. പട്ടായയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തുക്തുക്ക് അല്ല ഉള്ളത്. പകരം ഹൈലക്സും ഇസൂസും ഒക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തുക്തുക്ക്, അതിന് 10 രൂപ തുക്തുക്ക് എന്നൊരു പേരും വിളിക്കാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വാഹനത്തിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഇവിടെ ലാമ്പ് കാണാം, സെൻട്രൽ ഹെഡ് ലാമ്പ്, ഇവിടെയും നമുക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മഡ്ഗാർഡ് കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഡ്രൈവറുടെ ഭാഗം വരുന്നത്. ഇവിടെ ബാറ്ററി പവറും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഗിയറിൻ്റെ ഭാഗം, പെഡലുകളുണ്ടോ, കാലിലാണ് ശരിക്കും ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ആക്സലറേഷൻ ആസ് യൂഷ്വൽ നമുക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ, നമ്മളെ കയ്യിലാണ് വരുന്നത്. ഈ ഒരു വി ഷേപ്പിലായിട്ടുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ, അതുപോലെ ഗേജ് കാര്യങ്ങളൊക്കെ കാണാം. ലൈറ്റ്സിൻ്റെ കൺട്രോൾ, അതുപോലെ മിററും ഇവിടെ കാണാം. ഈ ഒരു സെൻട്രൽ ടണൽ വലിയ ടണൽ, അവിടെ കാല് വെച്ചിരിക്കാൻ പറ്റും, നല്ല നൈസ്. പിന്നെ അതുപോലെ ഇതാണ് പാസഞ്ചർ ഏരിയ. ഇതിനകത്ത് നമുക്ക് 3-4 ആളുകൾക്ക് അനായാസേന യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീലാണ്, ഫുള്ളി സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. റൂഫ് നമ്മൾ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള ഓട്ടോറിക്ഷ തന്നെയാണ് എന്ന് പറയാം. സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ബാക്കിനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല, വളരെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തുക്തുക്കിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തായ്ലാൻഡിൽ ഒരുപാട് ആളുകൾ ഇതിനെ ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. രാത്രി ടൗണിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് ലൈറ്റും സൗണ്ടും ഒക്കെ അഴിച്ച് അലങ്കരിച്ച് മനോഹരമായ തരത്തിൽ ഈ വാഹനങ്ങളെ തായ് റോഡുകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. 1960 ജപ്പാനിലും ഓട്ടോറിക്ഷകൾ വന്നത് തുക്തുക്കിൻ്റെ ഉത്ഭവത്തിൽ കുറച്ചുകൂടി എന്താ പറയുക ഈസി ആക്കിയെന്ന് പറയാം. കാരണം വെച്ചാൽ ഇവർ ആരംഭിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ കണ്ട ഓട്ടോറിക്ഷകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുകയും ഇത്തരത്തിലൊരു നല്ല ഓട്ടോറിക്ഷയെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ തുക്തുക്കിനെ സൃഷ്ടിക്കാൻ അത് അവർക്ക് സഹായകരമാവുകയും ചെയ്തു എന്നുള്ളതാണ്. തായ് ജനതയുടെ ദൈനംദിന ലൈഫിനെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് സ്ഥിരമായി സ്കൂളിലേക്ക് പോകാൻ, മാർക്കറ്റിലേക്ക് പോകാൻ, പച്ചക്കറി വാങ്ങാൻ, മീൻ വാങ്ങാൻ
മറ്റെന്തും വാങ്ങാൻ അവർ ദൈനംദിന ലൈഫിൽ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് തുക്തുക്ക് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഇന്നും തായ്ലാൻഡിലേക്ക് വരുന്നവർക്ക് ഇത്തരത്തിലുള്ള തുക്തുക്കുകളൊന്ന് ട്രൈ ചെയ്യാം. വളരെ മികച്ച ഒരു അനുഭവമാണ്, ഓപ്പൺ എയർ അനുഭവമാണ്. ലൈറ്റും മ്യൂസിക്കും ഒക്കെയായി ഒരു DJ ഫെസിലിറ്റിയോട് കൂടി തന്നെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത. എന്തായാലും ഈ ഒരു അധ്യായം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് തായ്ലാൻഡിൻ്റെ മുഖമുദ്രയായിട്ടുള്ള തുക്തുക്കിൻ്റെ വിശേഷങ്ങളാണ്. തുക്തുക്കിൻ്റെ വർത്തമാന കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഈ വാഹനങ്ങൾ ഇലക്ട്രിക് ആയി തുടങ്ങി എന്നുള്ളതാണ്. ഫ്യൂൽ എഞ്ചിനുകളിൽ നിന്ന് മാറി ലോകം മുഴുവനും ഇലക്ട്രിക്കിൻ്റെ പിന്നാലെ പോകുമ്പോൾ തായ്ലാൻഡിൻ്റെ തനതായ ഈ വാഹനവും ഇലക്ട്രിക്കിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണുന്നത് വരെ ചെറിയൊരു ബ്രേക്ക്.